ദർശൻ ഇന്ത്യ സംഘടിപ്പിക്കുന്ന ലോനാവാല മുംബൈ യാത്രയുടെ ഭാഗമായി ആൽവിൻ്റെയും ശരത്തിൻ്റെയും നേതൃത്വത്തിലുള്ള 40 പേരടങ്ങുന്ന ഒരു യാത്രാ സംഘമാണ് ഇന്ന് രാവിലെ ഏതാണ്ട് 10:00 പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ നിന്നും നമുക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന ബസ്സിൽ ലോനാവാല ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. യാത്രാമധ്യേ ഉച്ചഭക്ഷണത്തിനായി ഉടുപ്പി ടു മുംബൈ എന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വണ്ടി നിർത്തുകയും സഹയാത്രികർക്കൊപ്പം ഞാനും അവിടെ ഇറങ്ങുകയും ചെയ്തു. അതിനുശേഷം ആ റെസ്റ്റോറൻറ്റിൽ നിന്നും അതീവ രുചികരമായ ഉച്ചഭക്ഷണത്തിന് ശേഷം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് അവിടുത്തെ മനോഹരമായ കാഴ്ചകളും ലോനാവാലയിലെ ഏറ്റവും പ്രസിദ്ധമായ ലോനാവാല ചിക്കിയുടെ വിവിധ തരങ്ങളും അതിൻ്റെ രുചിയും ഒക്കെ ആസ്വദിച്ചതിന് ശേഷം സഹയാത്രികർക്കൊപ്പം ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് നടന്നു നീങ്ങുകയാണ്. വിശാലമായ റെസ്റ്റോറൻ്റാണ്. വളരെയേറെ വൃത്തിയോടും ഭംഗിയോടും കൂടി രൂപകൽപ്പന ചെയ്ത് ധാരാളം സൗകര്യം യാത്രികർക്കായി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. വഴിയോരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ഒരുക്കിയിരിക്കുന്ന ഒരു ബൃഹത്തായ റെസ്റ്റോറൻ്റാണ് ഈ ഉടുപ്പി ടു മുംബൈ എന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. എല്ലാവരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് തങ്ങളുടെ വിഭവങ്ങൾ ഓർഡർ ചെയ്ത് കാത്തിരിക്കുകയാണ്. ആദ്യ ദിവസത്തെ ആദ്യ മണിക്കൂറുകൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും തമ്മിൽ കാണാനും പരിചയപ്പെടാനും സൗഹൃദം പങ്കുവയ്ക്കാനും ഒക്കെയുള്ള ഒരു അസുലഭ നിമിഷം കൂടിയാണിത്. വിവിധ ഇടങ്ങളിൽ നിന്നും തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും യാത്ര തിരിച്ച് ഒരേ ട്രെയിനിൽ പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സഹയാത്രികരാണ് എനിക്കൊപ്പമുള്ള 40 പേരും. എല്ലാവരും തന്നെ സീനിയർ സിറ്റിസൺസ് ആണ് എന്ന് ഇതാണ് അതിലേറെ കൗതുകകരമായ കാര്യം. ഇനി അങ്ങോട്ടുള്ള 5 ദിവസം ഒന്നിച്ച് യാത്ര ചെയ്യാനും ആടിപ്പാടി സന്തോഷിക്കാനും കൗതുകകരമായ അനേകം കാഴ്ചകൾ കാണാനും വയ്ക്കാനും ഒപ്പം 5 ദിവസം ഒരേ കുടുംബം എന്ന പോലെ അത്രയേറെ സ്നേഹത്തോടും കരുതലോടും കൂടി യാത്ര നടത്താനും ഉള്ള ഒരു അസുലഭ അവസരം കൂടിയാണ് ഈ യാത്ര എന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ അതിരുചികരമായ ഉച്ചഭക്ഷണത്തിന് ശേഷം യാത്ര തുടർന്ന് ഇപ്പോൾ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന മയൂർ റിട്രീറ്റ് എന്ന ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹോട്ടൽ എന്നതിലുപരി ഒരു റിസോർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നതാവാം ഇതിന് കൂടുതലായി ഇണങ്ങുന്നത്. ലോനാവാലയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഹോട്ടലുകളിൽ ഒന്നാണ് ഈ മയൂർ റിട്രീറ്റ് എന്ന് പറയുന്ന ആഡംബര ഹോട്ടൽ. ഇവിടെയാണ് ഈ 40 പേരടങ്ങുന്ന യാത്രാ സംഘത്തിന് 2 ദിവസത്തേക്കുള്ള താമസ സൗകര്യം ദർശൻ ഇന്ത്യ എന്ന സുപ്രസിദ്ധമായ ടൂർ കമ്പനി ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും ബസ്സിൽ നിന്നിറങ്ങി തങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് നടന്നു നീങ്ങുകയാണ്. അതിവിശാലമായ ഒരു പ്രോപ്പർട്ടിയിൽ അതിമനോഹരമായി ഡിസൈൻ ചെയ്ത് രൂപകൽപ്പന ചെയ്ത് ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഒരു ഹോട്ടലാണ് ഈ മയൂർ റിട്രീറ്റ്. അവിടെ എത്തി ഫ്രഷപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലോനാവാലയിലെ തന്നെ ഏറ്റവും മനോഹരമായ മറ്റൊരു ദൃശ്യവിസ്മയത്തിലേക്കാണ് ഇപ്പോൾ നാം കടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ലോനാവാലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ലേക്കാണ്. ഈ ലേക്കിൻ്റെ പേര് കണ്ടാല ലേക്ക് എന്നാണ്. അതിവിശാലമായ ഒരു ലേക്കാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. മനോഹരമായി അണിഞ്ഞൊരുക്കിയിരിക്കുന്ന ഒരു
മനോഹര ലേക്ക് ആണിത്. സായാഹ്നങ്ങൾ കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും ഒക്കെ വന്ന് ചെലവഴിക്കാൻ തക്ക രീതിയിൽ അത്രയേറെ മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു നല്ല ലേക്കാണ് ഈ കണ്ടാല ലേക്ക്. ഇവിടെയുള്ള ഫോട്ടോ പോയിന്റിൽ നിന്നും യാത്രാ സംഘത്തിലെ ഓരോരുത്തരും തങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ വിവിധ ഭംഗിയിൽ ഫോട്ടോ എടുക്കുകയാണ്. ഇങ്ങനെ ഫോട്ടോ എടുത്തതിന് ശേഷം ഈ ലേക്കിൻ്റെ ഭംഗി നടന്ന് കാണാനായി ഒരുക്കിയിട്ടിരിക്കുന്ന നടപ്പാതയിലൂടെ മറ്റ് യാത്രാ സംഘത്തിലെ അംഗങ്ങൾക്കൊപ്പം ഞാനും മുന്നോട്ട് നടന്നു നീങ്ങുകയാണ്. ഇങ്ങനെ ഞാൻ ലോനാവാല എന്ന ഈ മനോഹര നഗരിയെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോനാവാല അറിയപ്പെടുന്നത് തന്നെ സഹ്യാദ്രിയുടെ രത്നം എന്ന പേരിലാണ്. മഹാരാഷ്ട്രയിലെ തന്നെ ഒരു സുഖവാസ കേന്ദ്രവും ടൂറിസ്റ്റ് അട്രാക്ഷനുമാണ് ഈ ലോനാവാല. ഇന്ത്യൻ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരകളുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ് ലോനാവാല. സഹ്യാദ്രിയുടെ രത്നം എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ സ്ഥലം മുംബൈ, പുനെ തുടങ്ങിയ നഗരങ്ങളിലെ തിരക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച വാരാന്ത്യ യാത്രാ ലക്ഷ്യമാണ് എന്നതാണ് ഏറെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ, പ്രാചീനമായ ഗുഹകൾ, ചരിത്രപരമായ കോട്ടകൾ എന്നിവ ലോനാവാലയെ സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാക്കി തീർക്കുന്നു. മുംബൈയിൽ നിന്ന് ഏകദേശം 96 കിലോമീറ്ററും പൂനെയിൽ നിന്ന് ഏതാണ്ട് 64 കിലോമീറ്ററും മാത്രമാണ് ഈ ലോനാവാലയിലേക്കുള്ള ദൂരം. അതുകൊണ്ട് തന്നെ ഏവർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരകലത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര സ്ഥലമാണ് ഇത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. മൺസൂൺ കാലഘട്ടത്തിലാണ് ഈ സ്ഥലം അതിൻ്റെ പൂർണ്ണമായ സൗന്ദര്യത്തിൽ എത്തുന്നത്. മഴക്കാലത്ത് കുന്നുകൾ കോടമഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുകയും താഴ്വാരകളിലൂടെ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒഴുകിയിറങ്ങുകയും ചെയ്യുന്നത് അതിമനോഹരമായ കാഴ്ചയാണ്. ഈ സമയത്താണ് ലോനാവാലയെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ തേടിയെത്തുന്നതും. ലോനാവാലയുടെ ആകർഷണങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും സാഹസിക സഞ്ചാരികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടതാണ്. ഇവിടെയുള്ള അതിപ്രധാനമായ ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൈഗർ സ്ലീപ്പ് എന്ന സ്ഥലമാണ്. പുലി മടയിടുക്കിലേക്ക് ചാടുന്നത് പോലെ തോന്നിക്കുന്ന ഈ സ്ഥലമാണ് ലോനാവാലയിലെ പ്രധാന ആകർഷണങ്ങൾ ഒന്ന്. ഇവിടെ നിന്നുള്ള പശ്ചിമഘട്ടത്തിൻ്റെ വിശാലമായ കാഴ്ച അതിമനോഹരമാണ്. സൂര്യോദയവും അസ്തമയവും കാണാൻ ഏറ്റവും നല്ല ഒരു സ്ഥലം കൂടിയാണിത്. മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ ബൂഷി ഡാം ആണ്. മൺസൂൺ കാലത്തെ ഒരു പറുദീസയാണ് ബൂഷി ഡാം. ഡാമിൽ നിന്ന് വെള്ളം പടികളിലൂടെ ഒഴുകി താഴേക്ക് വരുന്ന കാഴ്ചയിൽ സഞ്ചാരികൾക്ക് വെള്ളത്തിൽ കുളിക്കാനും സമയം ചിലവഴിക്കാനും സാധിക്കുന്ന രീതിയിലാണ് ഈ ഡാമിൻ്റെ രൂപകൽപ്പനയും ഇവിടെ നിന്നുള്ള വെള്ളച്ചാട്ടവും ഒക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് ഇവിടെ കാണുന്ന കാർല ബാജ ഗുഹകളാണ്. BC 2-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ പുരാതന ബുദ്ധമത പാറക്കെട്ട് ഗുഹകൾ ലോനാവാലയുടെ ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്ന ഒന്നുകൂടിയാണ്. ഈ ഗുഹകളിലെ കൊത്തുപണികളും ചൈതന്യ ഹാളും പ്രാർത്ഥന മണ്ഡപങ്ങളും ഇന്ത്യയിലെ ബുദ്ധ വാസ്തുവിദ്യയുടെ മഹത്തായ ഉദാഹരണങ്ങൾ കൂടിയാണ്. അടുത്തത് രാജ്മാച്ചി കോട്ട, ലോഹഗഡ് കോട്ട എന്നിവയാണ്. ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഈ കോട്ടകൾ ഒരു മികച്ച അനുഭവമാണ് നൽകുന്നത്. ഛത്രപതി ശിവാജി മഹാരാജൻ്റെ കാലഘട്ടത്തിൽ തന്ത്രപ്രധാനമായിരുന്ന ഈ കോട്ടകൾ ചരിത്രപരമായ അവശിഷ്ടങ്ങൾക്കൊപ്പം മനോഹരമായ താഴ്വാര കാഴ്ചകളും യാത്രികർക്ക് നൽകുന്നു. പ്രകൃതി രമണീയമായ കാഴ്ചകൾക്കപ്പുറം ലോനാവാല അതിൻ്റെ
തനതായ പലഹാരമായ ചിക്കിക്ക് പ്രസിദ്ധമാണ്. ശർക്കരയും നിലക്കടലയും അല്ലെങ്കിൽ മറ്റ് പരിപ്പുകളും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ മധുര പലഹാരം ലോനാവാലയുടെ ഒരു ട്രേഡ് മാർക്ക് ആയി ഇന്ന് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമേ ആയിരിക്കുകയില്ല. ചുരുക്കത്തിൽ ലോനാവാല ഒരു സാധാരണ ഹിൽ സ്റ്റേഷൻ മാത്രമല്ല, പ്രകൃതി, ചരിത്രം, സാഹസികത, ഗ്രാമീണ സൗന്ദര്യം എന്നിവ ഒത്തുചേരുന്ന ഈ സ്ഥലം എല്ലാത്തരം യാത്രക്കാർക്കും തൃപ്തി നൽകുന്ന ഒരു സമ്പൂർണ്ണ വിനോദസഞ്ചാര കേന്ദ്രമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ ലോനാവാലയുടെ ചരിത്രം ഓർത്തുകൊണ്ട് ഞാൻ ഈ കണ്ടാല ലേക്കിന് ചുറ്റും സഹയാത്രികർക്കൊപ്പം നടക്കുമ്പോൾ മറ്റ് യാത്രികരെ പോലെ തന്നെ ഈ കണ്ടാല ലേക്കിൻ്റെ അത്ഭുതകരമായ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് എൻ്റെ മുന്നിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഭംഗിയായി കല്ല് വിരിച്ച് ഒരുക്കിയിരിക്കുന്ന നടപ്പാതയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഈ ലേക്കിൽ ബോട്ടിംഗ് ചെയ്യുന്ന യാത്രികരെയും നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ലേക്ക് കൂടിയാണ് ഈ കണ്ടാല ലേക്ക് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് സഹയാത്രികർക്കൊപ്പം ഞാനും മുന്നോട്ട് നീങ്ങുമ്പോൾ എൻ്റെ മനസ്സ് വരാനിരിക്കുന്ന ദിവസങ്ങളിലെ മനോഹര കാഴ്ചകളിലേക്കാണ് പിന്നെയും ഊളിയിട്ടിറങ്ങുന്നത്. കാരണം ഇന്ന് ലോനാവാലയും ടൈഗർ വ്യൂ പോയിൻറ്റും മറ്റ് കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം വേണം നമുക്കായി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ലോഡ്ജിലേക്ക്, ഹോട്ടലിലേക്ക് എത്താനും രാത്രി വിശ്രമത്തിനും. ഇതിനൊക്കെ ഒരുക്കമായി മനോഹരമായ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ദീർഘദൂര ട്രെയിൻ യാത്രയുടെ ക്ഷീണം നന്നേ ഉണ്ടെങ്കിലും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ആ ക്ഷീണത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതേയില്ല. കാരണം അത്രയേറെ മനോഹരമായ കാഴ്ചകളാണ് ഈ ലോനാവാല നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നതും നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യാനിരിക്കുന്നതും. ഇങ്ങനെ കണ്ടാല ലേക്കിൻ്റെ ഒരു വശത്തു നിന്നും ദീർഘദൂരം നടന്ന് മറ്റൊരു അരികിലേക്ക് എത്തുമ്പോൾ നടപ്പാത ഇടുങ്ങിയതും നടപ്പാതയുടെ വലതുവശത്തായി നിറയെ വീടുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. കൊച്ചു കൊച്ചു വീടുകളിൽ വസിക്കുന്ന ജനങ്ങളും അവരുടെ ജീവിതങ്ങളും, വളരെയേറെ പരിമിതമായ സൗകര്യങ്ങളും അതിൽ സംതൃപ്തിയോടെ ജീവിക്കുന്ന കുടുംബങ്ങളും, ഇതേ നടപ്പാതയിൽ കളിച്ചു വളരുന്ന ബാല്യങ്ങളും ഒക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഇങ്ങനെ നടന്ന് നാം കണ്ടാല ലേക്കിൻ്റെ മറുവശത്ത് എത്തുമ്പോൾ അവിടെ അനേകം ചെറിയ ചെറിയ ദേവാലയങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. മനുഷ്യൻ്റെ എക്കാലത്തെയും സഹചാരിയാണ് അവൻ്റെ വിശ്വാസങ്ങളും അവൻ്റെ ആചാരങ്ങളും. ഇങ്ങനെ നാം ഈ കണ്ടാല ലേക്കിനോട് വിട പറഞ്ഞ് ടൈഗർ വ്യൂ പോയിന്റിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പുലിമടകൾ എന്ന് തോന്നിക്കാവുന്ന രീതിയിൽ പ്രകൃതി അതിമനോഹരമായി കടഞ്ഞെടുത്തിരിക്കുന്ന പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. കോടമഞ്ഞിൽ മുങ്ങാൻ കൊതിക്കുന്ന മലനിരകളാണ് നമ്മുടെ മുമ്പിൽ കാണപ്പെടുക. അനധി ദൂരത്തായി ഒഴുകിയിറങ്ങുന്ന കുനെ വാട്ടർഫോൾസും ഈ മലനിരകളുടെ സൗന്ദര്യം ഒന്നാണ്. മഴക്കാലത്ത് തിങ്ങിയൊഴുകുന്ന ഒരു വാട്ടർഫോൾ കൂടിയാണ് ഈ കുനെ വാട്ടർഫോൾസ്. എന്നാൽ ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കുനെ വാട്ടർഫോൾസിൻ്റെ ശക്തി തീരെ ക്ഷയിക്കുകയും ദൂരത്തിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു വെളുത്ത നിറത്തിലെ റിബൺ പോലെ മാത്രം നമുക്ക് കാണപ്പെടുകയും ചെയ്യുന്ന
ഈ കുനെ വാട്ടർഫോൾ മഴക്കാലത്താണ് അതിൻ്റെ പൂർണ്ണ ഭംഗിയിൽ ആർത്ത് താഴേക്ക് ഒഴുകുന്നത്. ഇങ്ങനെ ഈ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ടും ഇവിടുത്തെ മനോഹരമായ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചും ഒത്തിരിയേറെ നേരം ഇവിടെ ചിലവഴിച്ചതിന് ശേഷം നാം ഇപ്പോൾ തിരികെ നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോഴേക്കും രാത്രി ഏറെ വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ നാം ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഉള്ള കാഴ്ചയല്ല ഇപ്പോൾ. ഒരു മണവാട്ടിയെപ്പോലെ അതിസുന്ദരിയായി അണിഞ്ഞൊരുങ്ങി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു മനോഹര ഹോട്ടലാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു റിസോർട്ട് എന്ന് നാം വിളിച്ചാലും തെറ്റില്ലാത്തത്ര ഭംഗിയോടെയാണ് ഇതിൻ്റെ രൂപകൽപ്പനയും ഇവിടുത്തെ അലങ്കാരങ്ങളും ഒക്കെയുള്ളത്. ഏറ്റവും നല്ല വിശാലമായ റൂമുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ഉള്ള അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഈ മയൂർ റിട്രീറ്റ് എന്ന ഹോട്ടൽ. കോൺഫറൻസ് ഹാളുകൾ, ഡൈനിങ് ഹാളുകൾ, മനോഹരമായ റൂമുകൾ, ഇങ്ങനെ ഒരു യാത്രികന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ മയൂർ റിട്രീറ്റ് എന്ന മനോഹരമായ ഹോട്ടലിൽ ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചെത്തിയ നമ്മെ കാത്തിരിക്കുന്ന ഡിന്നറിനായി ഇപ്പോൾ ഡൈനിങ് ഹാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അനേകം വിഭവങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. വെജും നോൺ വെജുമായ പലതരം വിഭവങ്ങൾ, സൂപ്പും, അത് വെജിറ്റേറിയൻ ആയാലും നോൺ വെജായാലും ഒത്തിരിയേറെ രുചിയുള്ള സൂപ്പും അതോടൊപ്പം തന്നെ നോൺ വെജ് വിഭവങ്ങളും വെജിറ്റേറിയൻ വിഭവങ്ങളും ഒക്കെയാണ് നമ്മെ കാത്തിരിക്കുന്നത്. സഹയാത്രികരെല്ലാവരും ഒന്ന് ചുറ്റി നടന്ന് എന്തൊക്കെ വിഭവങ്ങളുണ്ട് എന്ന് ഒരു സർവേയൊക്കെ നടത്തി തങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ തങ്ങളുടെ പ്ലേറ്റിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും സഹയാത്രികർക്കൊപ്പം ഇനി ക്യൂവിൽ നിൽക്കണം. എനിക്കുള്ള ഭക്ഷണം എടുക്കണം. രാത്രി ഭക്ഷണത്തിന് ശേഷം ഒന്ന് നന്നായിട്ട് ഉറങ്ങണം. കാരണം തലേ ദിവസത്തെ അതിദീർഘമായ ട്രെയിൻ യാത്രയുടെ ക്ഷീണം നന്നായിട്ടുള്ളത് കൊണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ മാത്രമേ ഇനി വരും ദിവസങ്ങളിലുള്ള യാത്ര സന്തോഷപ്രദവും സുഖകരവുമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി രുചികരമായ ഭക്ഷണത്തിന് ശേഷം ഒരു ഉറക്കം, നാളത്തെ ഒരു നല്ല പ്രഭാതത്തിനായി, നല്ലൊരു അടിപൊളി യാത്രയ്ക്കായി.